ശരിക്കും ഇന്നലെ ആ ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അല്ലേ. നിങ്ങളിൽ എത്ര പേർക്ക് അത് അറിയാം എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഹിന്ദി ബിഗ് ബോസ് കാണുന്നവർക്കാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ടർ തന്നെയായിരിക്കും. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ നമ്മുടെ 24ൻ്റെ ന്യൂസിൽ വന്നത്, നമ്മുടെ മലയാളികൾക്ക് അറിയാനായിട്ട് 24ൻ്റെ ന്യൂസിൽ വന്ന ഒരിത് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ അടുത്ത് ഞാൻ ആഡ് ചെയ്തേക്കാം. എന്നെ സംബന്ധിച്ച് ഹിന്ദി ബിഗ് ബോസ് ഞാൻ സ്ഥിരം കാണുന്ന ഒരാളാണ്. അതിലെടുത്തു പറയാനായിട്ട് 13ാമത്തെ എപ്പിസോഡ്, 13ാമത്തെ ബിഗ് ബോസ്. അയ്യോ, അതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ വീണ്ടും 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 ഇട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബിഗ് ബോസ് ആയിരുന്നു അതിലെ 13ാമത്തെ ബിഗ് ബോസ്. അതിൽ ഏറ്റവും നമ്മളെ വേദനിപ്പിച്ചായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു സിദ്ധാർത്ഥ്, ഷെഹനാസ്. അവരെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഇന്നും അവരുടെ ചാനലിൽ യൂട്യൂബിലിട്ട് ജീവിക്കുന്നവർ എത്രയോ പേരുകളുണ്ട്. കാരണം അത്രയും മൂവിങ് ആണ്, അത്രയും ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അവരെ. അതിൽ ഈ അവരെ പോലെ തന്നെ ഉള്ള ആരാണ് നമ്മുടെ ഷിഫാലി. അതിലെ ഒരു പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു ഷിഫാലി. എനിക്ക് ഷിഫാലിയുടെ മരണമെന്ന് കേട്ടപ്പോൾ ഷോക്കിംഗ് ന്യൂസായിരുന്നു. അതുപോലെ ആയിരുന്നു നമ്മുടെ സിദ്ധാർത്ഥ്. അതിൽ സിദ്ധാർത്ഥ് മരിച്ചെന്ന് കേട്ടപ്പോഴും അവരുടെ കൂടെ കരഞ്ഞ് വിഷമിച്ചിട്ടുള്ള, കാരണം അത്രയും നമ്മൾ ഡെയിലി എപ്പിസോഡുകൾ കാണുകയും പിന്നെ വീണ്ടും തീർന്നു പോയിട്ടും വീണ്ടും ആ എപ്പിസോഡുകൾ എടുത്ത് നമ്മൾ കാണുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ന്യൂസായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണം. അതുപോലെ തന്നെയാണ് ഇപ്പം ഷിഫാലി. ആ ഭയങ്കര ഒരു ഫാഷൻ, ഒരു മോഡലാണ്, ആക്ടറാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് ബിഗ് ബോസിൽ കണ്ടുള്ള അവരോടുള്ള ഒരു ഇഷ്ടം. ഇന്നലെ ആ ന്യൂസ് അവർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർത്തു, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു നോക്കുകയായിരുന്നു. നമുക്കത് അവർ എത്രത്തോളം ഇനിയും ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. വെറും 42 ഏജ് ആയപ്പോഴേ അവർ മരണത്തിന് കീഴടങ്ങി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴേ അവർ മരണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ ഒരു പാർട്ടിയോ പൂജയൊക്കെ നടക്കുമായിരുന്നു. അവർ ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നു, ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ പല ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഞാൻ കാണാനിടയായി. അവർ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമ്മളെ 24 ന്യൂസ് വഴി ഞാൻ കേട്ടു. അത് കേട്ടപ്പോഴും ഞാൻ ഒന്നുമില്ലല്ലോ, ഇന്നലെ ഞാൻ ഈ മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ആക്ടർ ശ്രീദേവിയുടെ മരണമായിരുന്നു അല്ലേ. എല്ലാവരും എന്തോരം ഗോസിപ്പുകൾ ഇറക്കി. പക്ഷേ ഇതുപോലെ അവരും ഹോർമോൺ ട്രീറ്റ്മെൻറ്റും ചെറുപ്പം നിലനിർത്താനും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മുടെ യുവത്വം നിലനിർത്താനുമുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തത് വഴിയാണ് അവരും മരണപ്പെട്ട് ഹൃദയസ്തംഭനം ഉണ്ടായെന്നാണ് ലാസ്റ്റ് വന്ന ന്യൂസ്. പെട്ടെന്ന് ഞാൻ അതാണ് ചിന്തിച്ചത്. ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇന്നത്തെ ന്യൂസിലുണ്ട്, അവർ 8 വർഷമായിട്ട് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ആംബ്യൂളുകളും വയലുകളും അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ തുടർന്ന് നമ്മൾ കേൾക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് എന്തും കിട്ടും അല്ലേ. മരണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സൊല്യൂഷനാണ്. ഇപ്പം ബ്യൂട്ടി കോൺസെഷന് വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും നമ്മുടെ യുവത്വം നിലനിർത്താനും എല്ലാ മനുഷ്യരും സമ്പാദിക്കുന്ന പോലും അതിനാന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് അല്ലേ. എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ അവർ തയ്യാറാണ്. ഇപ്പം ഷിഫാലിയെ സംബന്ധിച്ച് ഏതൊക്കെയാലും ഷിഫാലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരമായിരിക്കുമല്ലോ അവരിത് ചെയ്തത്. അവരിത്രയും ഹിന്ദിയിലെ ഒരു പ്രശസ്തിയായ ഒരു ലേഡി, ഒരു മോഡലിങ്, ആക്ടർ എല്ലാമായി അവരേതൊക്കെയും ഒരു ലോക്കൽ ഡോക്ടറിനെ കാണത്തില്ല എന്നറിയാം. നമുക്ക് ചിന്തിക്കാം, ഒരു എക്സ്പീരിയൻസ് ആയ ഒരു ഡോക്ടറിനെ ആയിരിക്കുമല്ലോ അവർ കണ്ടിട്ടുള്ളതും അഡ്വൈസ് സ്വീകരിച്ചതും ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതും. നമ്മൾ
എൻ്റെ ഒരു ചെറിയ ഒരു അറിവ് വെച്ച് നമ്മൾ പറയുന്നത്, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ അമൃതവും അധികമായ വിഷമാവുമെന്ന്. ഞാൻ ഈ യൂട്യൂബിൽ വന്ന് ഞാനൊരു ചെറിയ യൂട്യൂബ് തുടങ്ങി ഒരു 3-4 മാസമായതേ ഉള്ളൂ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കണ്ടിന്യൂസ് ഒരു കാര്യവും ചെയ്യരുതെന്ന് ദയവ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എളിയൊരു അപേക്ഷയാണ്. ഇപ്പം അമൃത എന്ന് പറഞ്ഞാലും നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം എടുക്കരുത്. ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ നമ്മളൊരു 2 വീക്സ് എടുത്തിട്ട് ഒരു 1 വീക്ക് റെസ്റ്റ് കൊടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം വലിയ ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യുന്നു. നമ്മൾ ചെറിയ ആൾക്കാർ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നു. എങ്കിൽ പോലും അതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരാഴ്ച ബ്രേക്ക് എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് എന്തെങ്കിലും ഇത് കഴിച്ചുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ? അത് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും, ഇല്ല എങ്കിൽ അത് ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുമ്പം ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ബോഡിയുടെ പ്രവർത്തനം. ഡൈജഷൻ ഇന്ന് കഴിച്ച ആഹാരം ആയിരിക്കത്തില്ല, നമ്മൾ ഇന്ന് കഴിക്കുന്ന റൊട്ടീൻ ആയിരിക്കത്തില്ല നാളെ കഴിക്കും. ചിലപ്പം ചിലത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകാനും ഒക്കെ സാധ്യത. അതാണ് ഞാൻ പറയുന്നത്, ഏത് കാര്യവും 2 ആഴ്ച എടുത്തിട്ട് ഒരാഴ്ച നമ്മൾ ബ്രേക്ക് കൊടുക്കണം. മനസ്സിലായി? ആ ബ്രേക്ക് കൊടുക്കുന്ന എന്തിനാ? നമ്മുടെ ബോഡി ഒന്ന് ഇതുമായിട്ട് സെറ്റാകാനും വീണ്ടും അത് അടുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് അത് ചേർന്ന് കിട്ടാനും, നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയാനും, നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ ഒരാഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുകയും വീണ്ടും നമുക്ക് കഴിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ആക്ടർ ശ്രീദേവിയുടെ കാര്യം തന്നെ, അവർ മരിക്കേണ്ട പ്രായത്തിലാണോ അവർ മരിച്ചത്? അല്ലല്ലോ. ഇപ്പം ഷിഫാലിയൊക്കെ വെറും 42 ഏജ് ആയതേ ഉള്ളൂ. അവർ യുവത്വം നിലനിർത്താൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കും. അതെന്തൊക്കെ പ്രോബ്ലംസ്, അതും 8 വർഷമായിട്ട് കണ്ടിന്യൂസ് എടുക്കുമ്പോൾ അതിന് എന്തൊക്കെയാണെങ്കിലും തന്നെ, ഞാൻ പറഞ്ഞില്ലേ അമൃതാണെങ്കിലും നമ്മുടെ ശരീരത്തിനൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് പല രീതിയിൽ എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇപ്പം നമ്മുടെ ഫിലിം സ്റ്റാർ ആണെങ്കിലും ഡോക്ടറിനെ കാണുന്നു, ഒരു എക്സ്പെർട്ടായി നമ്മളെപ്പോഴും ഒരു ഡോക്ടറിനെ കാണുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 പേരോട് അന്വേഷിച്ചിട്ടാണെങ്കിലും ആ ഡോക്ടർ ഇതിൽ വിദഗ്ധയാണോ എന്ന് അന്വേഷിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മാർക്കറ്റിൽ പല ഇതും കാണും, പലതും വിൽക്കാൻ കാണും, പല ഡോക്ടേഴ്സും കാണും. പക്ഷേ ഈ ഇതിൽ അവർ എക്സ്പീരിയൻസ് ആണോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ പോയവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരു ബ്രേക്ക് കൊടുക്കണം. ഒരു കാര്യവും കണ്ടിന്യൂസ് ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്, അത് എന്ത് തന്നെയായാലും. മനസ്സിലായോ? ഞാനിപ്പോൾ ഇത് പറയുന്നത് കാരണം എന്നെ സംബന്ധിച്ച് നമ്മളെ മലയാളികൾ എത്രത്തോളം പേര് ബിഗ് ബോസ് കാണുന്നവരുണ്ടായിരുന്നോ എന്നറിയത്തില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതും അവരെ എനിക്ക് ഇതുവഴി ഈ എപ്പിസോഡ് വഴി കണ്ട് അവരോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടുമാണ്. പിന്നെ നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നമ്മുടെ ആൾക്കാരുടെ അഡിക്റ്റ് കാണുമ്പം ഒരു ഡ്രഗ്സിനെക്കാട്ടിലും ഡ്രഗ്സ് സ്മോക്കിങ്ങിനെക്കാട്ടിലും ഡേഞ്ചറാണ് ഈ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതെപ്പം എങ്ങനെ എത്രയെന്ന് നമ്മൾ അതൊരു ഡോക്ടറിനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഡോക്ടറെ കൺസേൺ ചെയ്തിട്ട് മാത്രമേ എല്ലാവരും അത് ചെയ്യാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് വെളുക്കുക, പെട്ടെന്ന് യുവത്വം നിൽക്കുക, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേനും അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അതിനൊക്കെ കുറേ റിസ്ക് ഫാക്ടറുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മൈനസ് ഉണ്ട് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് അത് ഓരോ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഇതിനിറങ്ങിത്തിരിക്കാനായിട്ട്. മനസ്സിലായോ? ഇപ്പം അവരുടെ റൂമിൽ നിന്ന് വൈറ്റമിൻ ഗുളികകൾ കണ്ടെന്ന് ഇപ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഈ യൂട്യൂബിൽ പറഞ്ഞു, അല്ലെ ആ ഡോക്ടർ പറഞ്ഞു, ഈ ഡോക്ടറിന് കുറേ വൈറ്റമിൻസ് വാങ്ങിച്ച് കഴിക്കുക. ദയവ് ചെയ്ത് ഒരു ഡോക്ടറിന് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞു തരണമെന്നില്ല. ഒരു ഡോക്ടറിനെ ഒരു പ്രാവശ്യം പോയി കണ്ടിട്ട് അത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ കഴിച്ചു, 1 മാസം കഴിച്ചു എന്ന് കൂട്ടിക്കും, നമ്മളൊരു ഫോളോ ചെക്കപ്പ്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, വൈറ്റമിൻ്റെ എന്തൊക്കെ കുറവുണ്ടെന്ന് നമ്മൾ മന്ത്ലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതൊരു കൺഫേം ചെയ്യണം. നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, ഇയുടെ കുറവാണോ, ബിയുടെ കുറവാണോ, B12 കുറവാണോ, സിയുടെ കുറവാണോ,
എല്ലാം നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം നെക്സ്റ്റ് മന്ത് അത് കഴിക്കാനായിട്ട്. അല്ലാതെ ഒരു കുറിപ്പടി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ആദ്യം പോയി കണ്ടു ആ കുറിപ്പടി കൊണ്ട് നമ്മൾ ജീവിത അവസാനം വരെ നിങ്ങൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യരുത്. നമ്മൾ പഴമയെ നമ്മൾ പുച്ഛിക്കുകയല്ല വേണ്ട. ഈ അവസരത്തിൽ പല ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തുകൊണ്ട് പറയുന്നു അമൃതവും അധികമായാൽ വിഷമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പം ബ്യൂട്ടിയുടെ കാര്യം പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ട ആൾക്കാർ അങ്ങോട്ട് ഓടും. മനസ്സിലായോ? നമ്മളെപ്പോഴും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇച്ചിരി പതുക്കെ മതി. ഓക്കെ, ഫിലിം സ്റ്റാറിനെയൊക്കെ സംബന്ധിച്ച് അവരുടെ യുവത്വം നിലനിർത്തേണ്ടത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യുവത്വം നിലനിർത്തേണ്ടത് കഴിക്കുന്ന ഫുഡുകൾ എല്ലാം. പക്ഷെ അതൊരു ഡോക്ടറെ കണ്ടിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ചെക്കപ്പുകൾ ചെയ്തിട്ട് വേണം നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂസ് എടുക്കാനായിട്ട്. മനസ്സിലായോ? ചിലപ്പം ജീവിത തിരക്കുകൾ കാരണം ഒരു ഡോക്ടറിനെ പോയി കാണാതെ ആ കൊടുത്ത ആദ്യത്തെ കുറിപ്പ് വെച്ച് അവർ വീണ്ടും ചെയ്യും. നമ്മൾ ഡോക്ടർമാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവർ എനിക്ക് അറിയാവുന്ന എത്രയോ പേരുണ്ട്. 10 വർഷം മുമ്പ് കൊടുത്ത കുറിപ്പടി കൊണ്ട് ഇപ്പോഴും മരുന്ന് കഴിച്ചിട്ട് അബോധാവസ്ഥയെ വീണിട്ട് പിന്നെ പോയി ഡോക്ടറിനോട് കാണിക്കുന്ന കുറിപ്പ് 8 വർഷം മുമ്പുള്ള കുറിപ്പുകളാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ബ്യൂട്ടി. നമ്മളെങ്ങായിരിക്കുക, നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബ്യൂട്ടിക്കും വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നവരാണ് കൂടുതലും. പക്ഷെ അതല്ല നമ്മുടെ ഒരു നമ്മുടെ ഇപ്പോൾ ആക്ടർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിലാണെങ്കിൽ നമുക്കൊരു 10 കാര്യമുണ്ടെങ്കിൽ അതിലൊരു കാര്യമാണ് നമ്മുടെ ബ്യൂട്ടി നിലനിർത്തുന്നുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മാർക്കറ്റ്, അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. അത് കേട്ട ഉടനെ നമ്മൾ കബളിപ്പിക്കപ്പെടാനിരിക്കരുത്. ഞാനിപ്പോൾ ആക്ടർ ഷിഫാലി അല്ലെ മോഡലിംഗ് ഷിഫാലി മരണപ്പെട്ടത് കൊണ്ട് ഞാൻ ഇത് പറയാൻ, നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇപ്പോൾ ബ്യൂട്ടിയുടെ പുറകിൽ ഓടുക. നമുക്ക് എന്താണ് കുറവുള്ളതെന്ന് നല്ല ഒരു ടെസ്റ്റ് നടത്തി നല്ല എക്സ്പീരിയൻസ് ആയ ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആകുന്നു, നമ്മുടെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ച്, ഒരു മൈന്യൂട്ട് കാര്യം പോലും ശ്രദ്ധിച്ച് നമുക്കത് പറ്റുമോ, നമ്മുടെ ബോഡിയിൽ അത് പറ്റുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റിനും പോകാവുള്ളൂ. മനസ്സിലായോ? അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നും പറഞ്ഞ് ദയവ് ചെയ്ത് നമ്മൾ ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കരുത്. നമുക്ക് ഇനിയും 10 വർഷം അല്ലെ 20 വർഷം നമുക്ക് ജീവിക്കേണ്ട ജീവിതമാണ് നമ്മൾ വെറും എങ്ങായിരിക്കുമ്പോഴേ അത് നശിപ്പിച്ച് കളയുന്നത്. മനസ്സിലായോ? ഒരു ആക്ടറെ സംബന്ധിച്ച് അവരുടെ ബോഡി നിലനിർത്തേണ്ടത് അവർക്ക് അത്യന്താപേക്ഷികമാണ്. അത് ഒരു സത്യമായ കാര്യമാണ്. പക്ഷെങ്കിൽ അതിന് ഒരു പ്രോപ്പറായിട്ടൊരു ഐഡിയ, നല്ല എക്സ്പീരിയൻസ് ആയിട്ടൊരു ഡോക്ടർ, നമുക്ക് സമയമില്ല എന്നും പറഞ്ഞ് നമ്മൾ പഴയത് തന്നെ ഫോളോ ചെയ്യുമ്പം നമുക്കൊരു ഓരോന്നിനും ഓരോ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടത് ഇപ്പം കഴിഞ്ഞ മാസത്തെ അളവിലായിരിക്കത്തില്ല ഈ മാസം ഇൻജെക്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയ മാറ്ററാണ്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ട്. നമ്മൾ ആക്ടറല്ല, ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ബ്യൂട്ടി ശ്രദ്ധിക്കുന്നവരാണ് 100-ൽ 70% പേരും. അപ്പം നമ്മൾ നിസ്സാര ക്രീമുകൾ ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ഫെയർനെസ് ക്രീമുകളിൽ അടങ്ങിയിരിക്കുന്ന എത്രയോ ഡേഞ്ചർ ആയിട്ടുള്ള സ്റ്റീറോയിഡും മെർക്കുറിയുമാണ്. ഇതൊക്കെ ഒരു ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഹോർമോൺ ഇൻബാലൻസിനും കിഡ്നി ഇഷ്യൂസിനും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇഷ്യൂസിനും ഒക്കെ കാരണമാകും. നമ്മൾ ഓർക്കും ഒരു ക്രീം അല്ലേന്ന്. പക്ഷേ ഈ ക്രീമുകളിലെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നതാണ് ഈ മെർക്കുറി. നമുക്കുണ്ടാക്കുന്ന ഡേഞ്ചർ അവസ്ഥകൾ വളരെ ഭീമാകരമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു ആക്ടർ മരിച്ചപ്പോൾ അവരെ വെച്ച് താരതമ്യം ചെയ്യുന്നതല്ല. ദയവ് ചെയ്ത് നമ്മൾ ചെറിയൊരു വീട്ടമ്മയായി പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട്, ഒരു യൂട്യൂബർ പറഞ്ഞെന്ന് പറഞ്ഞോ അല്ല അവർ പറഞ്ഞെന്നും പറഞ്ഞോ അല്ല നമ്മൾ ഒരു കാര്യം ചെയ്ത്, നമുക്ക് നാച്ചുറലായ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന നാച്ചുറലായ നമ്മുടെ ഹോം DIY ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ
ഫേസിലിടാൻ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ ആൾക്കാരിൽ കണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്, കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ എൻ്റെ അടുത്ത ടോപ്പിക്ക് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു, ബൈ. നമുക്ക് ലഭിക്കുന്ന വിവരം, കാരണം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഒരു മാർഗദീപമാകട്ടെ, പാഠമാകട്ടെ. പല ആൾക്കാരും ഇപ്പൊ പോയിട്ട് ഒരുപാട് തിന്നാതിരിക്കാൻ വേണ്ടി കുടല് മുറിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച രാത്രിയോടെയാണ്, ഏതാണ്ട് 11 മണിയോടെയാണ് ഈ ജാരിവാലയെ, ഷഫാലി ജാരിവാലയെ അബോധാവസ്ഥയിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഹൃദയാഘാതം എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ ഷഫാലി ജാരിവാലയുടെ വസതിയിലേക്ക് പോവുകയും ഫോറൻസിക് സംഘം അടക്കം അവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിലാണ് കുറച്ച് പുതിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിൽ പ്രധാനം യുവത്വം നിലനിർത്താനുള്ള ചികിത്സ ഷഫാലി കഴിഞ്ഞ 8 വർഷമായി നടത്തുന്നുണ്ട് എന്നതാണ്.